Hello everyone, Columbia Lab Private Limited EV Charging Station and Solar Panels in ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കൊരട്ടി ചിറങ്ങരയിലുള്ള പാലാട്ടി ശ്രീ മോഹൻ പോളിൻ്റെ വീട്ടിലാണ്. ഇവിടെ നമ്മൾ 5 കിലോ വാട്ടിൻ്റെയാണ് സോളാർ പവർ പ്ലാന്റ് ഹാവൽസിൻ്റെ നമ്മൾ വെച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ 5 കിലോ വാട്ടിൻ്റെ വെച്ചിട്ടുള്ളത് ആ രീതിയിലുള്ള കൺസംഷൻ കൂടുതലായതുകൊണ്ടാണ്. കുറേ കാലമായിട്ട് 5000, 7000, 10000 ഒക്കെ കറണ്ട് ബില്ല് വരാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിനും കുടുംബത്തിനും തോന്നിയ ഒരു ഐഡിയയാണ് എന്തുകൊണ്ട് നമുക്ക് സോളാർ വെച്ചുകൂടാന്ന്. അദ്ദേഹത്തിൻ്റെ ആ ഐഡിയ കാരണമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മളിവിടെ 5 കിലോ വാട്ടിൻ്റെ സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിയിലേക്കുള്ള ഒരു ന്യൂ മെമ്പറാണ് ശ്രീ മോഹൻ പോൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കാണുന്നത്. എൻ്റെ പേര് മോഹൻ പോൾ, വീട്ടുപേര് പാലാട്ടി. ഞാൻ ഒരു പ്ലാന്ററാണ്. ഈ വീട് വെച്ചിട്ട് വീട് 2005 വെച്ചത്. അതിനുശേഷം അന്ന് തുടക്കത്തിലൊക്കെ 2000, 3000 ഒക്കെ ആയിരുന്നു ബില്ല്. അതിനുശേഷം ആൾക്കാർ കൂടി, ഡിവൈസസ് എല്ലാം കൂടി, അങ്ങനെയൊക്കെ വന്നപ്പോൾ കറണ്ട് ചാർജ് 5000 വരെയായി. അപ്പോഴാണ് ഇങ്ങനെ ഒരു സോളാർ വെച്ചാലോ എന്ന് അങ്ങനെ ആലോചിച്ചു. അങ്ങനെയാണ് ഹാവൽസിൻ്റെ ആവാന്ന് തീരുമാനിച്ചു. കഴിഞ്ഞ കൊല്ലം വേനൽക്ക് അപ്പോൾ നമ്മൾ ഡിവൈസസൊക്കെ വെച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതനുസരിച്ച് റൂമുകൾ ഞങ്ങൾ 3-4 റൂം AC ചെയ്തു. അപ്പോൾ കഴിഞ്ഞത്തെ വേനൽ കാഠിന്യമായിരുന്നു. അത് കാരണം AC ഉപയോഗിക്കാണ്ട് പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ മിക്കവാറും എല്ലാവരും മെമ്പേഴ്സെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ AC ഉപയോഗം കൂടിയപ്പോൾ 10000 ബില്ല് വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഇതിലേക്ക് തിരിഞ്ഞത്. ഇങ്ങനെ വലിയ 10000 മേലെ ബില്ല് വന്നപ്പോൾ സോളാറിലേക്ക് തിരിയാമെന്ന് തോന്നിയപ്പോൾ കൊളംബിയ ലാബാണ് മനസ്സിൽ വന്ന ആദ്യത്തെ അതിൻ്റെ ആൾക്കാരൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കൂടുതൽ പരിചയവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വേറെ ഓപ്ഷൻ നമ്മൾ പോകാൻ നോക്കിയില്ല, കൊളംബിയ ലാബ് തന്നെ എടുത്തു. ടെക്നീഷ്യൻസ് എൻ്റെ അടുത്ത് 20 യൂണിറ്റ് വരെ കുറയാണ്ട് ആവണം എന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് നമുക്ക് 20 യൂണിറ്റിന് മേലെ ആവുന്നുണ്ട്. അവർ പറഞ്ഞനുസരിച്ചാണ് ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇൻസ്റ്റലേഷനൊക്കെ വളരെ നല്ലതായിരുന്നു, വേഗത്തിലായിരുന്നു. 2 ദിവസം കൊണ്ട് അതിൻ്റെയൊക്കെ വളരെ പക്ക ഭംഗിയായിട്ട് മനസ്സിനിണങ്ങിയ രീതിയിൽ തന്നെ ടീം ചെയ്തു. നമ്മൾ ഓരോ എപ്പിസോഡിലും പറയുന്ന കാര്യമാണ്, ഓരോ വീട്ടിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിലും കൊമേഴ്ഷ്യൽ ആയാലും നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അവിടുത്തെ എത്രത്തോളമാണ് കറണ്ട് ബില്ല് വരുന്നത്, അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് എത്ര കിലോ വാട്ടിൻ്റെയാണ് ആവശ്യം, അതനുസരിച്ചാണ് നമ്മൾ ഓരോ സ്ഥലത്തും നമ്മൾ വെക്കുന്നത്. അതനുസരിച്ച് നമ്മുടെ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. സന്തോഷം എന്ന് പറയുന്നത് ആ പ്രോജക്റ്റ് കഴിഞ്ഞതിൻ്റെ സന്തോഷം മാത്രമല്ല, നമ്മൾ ചെയ്ത ആ വർക്കിൽ അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്ന് നിങ്ങളെ കൂടെ നമുക്ക് അറിയിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ യാതൊരുവിധ ഫിൽറ്ററിങ്ങും കാര്യങ്ങളും ഇല്ലാതെ അവരുടെ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിൽ ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും നീരസങ്ങളോ അല്ലെങ്കിൽ പരിഹാരം അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ നന്നായിരുന്നു എന്നുള്ള അവരുടെ അഭിപ്രായങ്ങളും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഫുൾ ടൈം നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരും. പക്ഷേ ആ മിസ്റ്റേക്കിൽ നമ്മൾ പുറംതിരിഞ്ഞ് നിൽക്കാതെ അതനുസരിച്ച് അവരെ ഹെൽപ്പ് ചെയ്യാനും നമ്മളെപ്പോഴും തയ്യാറാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ എപ്പിസോഡിൻ്റെ അവസാനം പറയുന്നത്, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സോളാറിൻ്റെ സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷന് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും നമ്മളൊരു സുഹൃത്തായിട്ട് എപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം, പുതിയൊരു ഫാമിലിയുടെ ഒപ്പം അല്ലെങ്കിൽ പുതിയൊരു ഫാമിലിയുടെ വിശേഷങ്ങളുമായിട്ട്, അതും അല്ലെങ്കിൽ പുതിയൊരു ചാർജിങ് സ്റ്റേഷൻ്റെ വിശേഷങ്ങളുമായിട്ട്.